ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരമെന്തു നൽകും എന്നോളം ഓടിക്കും യാഗത്തെ. പകരമെന്തു നൽകും അന്ത്യത്തോളം ശ്രേഷ്ഠമായ ഒരു അനുഭവം. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ ഹോമയാഗത്തിനുള്ള പ്രമാണം ദൈവം നൽകുമ്പോൾ പ്രമാണത്തിൽ ദൈവം തന്റെ ദാസന്മാരോട് കൽപ്പിച്ചത് പൂർണ്ണമായി കത്തി ചാരമാകും വരെ ആ മൃഗത്തെ യാഗമായി ദഹിപ്പിക്കണം. പൂർണ്ണമായി ഒരു മൃഗം ഒരു ഹോമയാഗമായി തീരുമ്പോൾ ആ യാഗപീഠത്തിന്മേൽ ശേഷിക്കുന്നത്
ചാരം മാത്രമോ ആഷ് മാത്രമായിരിക്കും. അതാണ് ഒരു ഹോമയാഗം. നമ്മൾ ഇന്ന് രാവിലെ പാടിയ പാട്ടിന്റെ അർത്ഥവും അത് തന്നെയാണ്. എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതൊരു ഹോമയാഗമാണ് ദൈവമക്കളെ. അതൊരു പാപയാഗമാണ് ദൈവമക്കളെ. ഇത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമർപ്പണമാണ്. നമ്മെ, നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ കുടുംബത്തെ, സഭയെ 100% കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അങ്ങനെ ഒരു യാഗം ഇവിടെ ഉയരട്ടെ, അങ്ങനെ ഒരു ആരാധന ഇവിടെ ഉയരട്ടെ, അങ്ങനെ മഹത്വമേറിയ ദൈവ സാന്നിധ്യം ഇവിടെ ഉയരട്ടെ, ദൈവം പ്രസാദിക്കട്ടെ, ഒരു ഹോമയാഗം ഈ ആലയത്തിൽ ഉയരട്ടെ. പകരം എന്തു നൽകും